റേപ്പിസ്റ്റ് പെണ്ണെ കൊണ്ടുവന്ന് റേപ്പ് ചെയ്തു, ഫോർജറി ചെയ്തു, തട്ടിപ്പ് കേസ്. അതേപോലെ ഗ്രൂപ്പ് സെക്സ്, അത് വീട്ടിലല്ല, ചെന്നൈയിലെ വീട്ടിൽ വേലക്കാരവരെല്ലാവരെയും വെച്ചിട്ട് സെക്സ് വെച്ചാണ്. സൂപ്പർ. ഡൊമസ്റ്റിക് വയലൻസ്. ബാലയെക്കുറിച്ചുള്ള തുറന്നു പറച്ചിലുകളുമായി എലിസബത്ത് എത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു. വിവാഹമോചനത്തിന് ശേഷം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളും ചർച്ചയായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ചാനലിലും ഒക്കെയായി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ബാലയും തുറന്നു പറഞ്ഞിരുന്നു. ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കില്ലെന്ന് കരുതിയാണ്, പക്ഷേ മിണ്ടാതിരുന്നാൽ കള്ളങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. എനിക്ക് തെളിയിക്കാനുള്ളത് കോടതിയിലാണ്. റേപ്പിസ്റ്റ്, തട്ടിപ്പ്, ഗ്രൂപ്പ് സെക്സ്, ഡൊമസ്റ്റിക് വയലൻസ്, ചാരിറ്റി, ഫ്രോഡ്, അങ്ങനെ കുറേയേറെ പേരുകൾ ചാർത്തി തന്നിട്ടുണ്ട്. ഇത് പ്ലാൻഡ് അറ്റാക്കാണ്. ഇത് ഒരാളല്ല ചെയ്യുന്നത്, 4-5 പേരാണ്. അതിൻ്റെ ഗ്രൂപ്പ് ലീഡർ ആരാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. നിയമപരമായിട്ട് എൻ്റെ വായ അടച്ചു. എന്നിട്ട് അവർക്ക് എന്തും പറയാം. ബാല എന്നെ റേപ്പ് ചെയ്തു, മുഖത്തടിച്ചു, അങ്ങനെ എന്തും വിളിച്ച് പറയാം. എനിക്ക് മാത്രം ഒന്നും പറയാൻ പറ്റില്ല. ഇനിയൊരു വീഡിയോ ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ടാവരുത്. നിങ്ങൾ ഞെട്ടിപ്പോകുന്ന തരത്തിൽ ചില സത്യങ്ങളുണ്ട്. എൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ട് പുറത്ത് പറയാത്തതാണ്. കേസും പ്രശ്നങ്ങളും ഒന്നും വേണ്ട. മനസ്സമാധാനത്തോടെ ഞാനും കോകിലയും ജീവിക്കുകയാണ്. സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ അവർക്ക് ഞാനും കേസും കോടതിയും പരാതിയും ഒക്കെയായി വരണം. ഡെയിലി കേസും കോടതിയും ഒക്കെയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് കോകിലയെ വിവാഹം ചെയ്തത്? എനിക്കും കുട്ടി വേണം. ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ഞാനും മിസ് ചെയ്തിട്ടുണ്ട്. ഭർത്താവെന്ന് അവകാശപ്പെടുന്നവർ ഒപ്പിടാനാണോ ലിവർ കൊടുക്കാനാണോ വരേണ്ടത്? ജേക്കബ് എന്തിന് എനിക്ക് ലിവർ തരണം? അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? ഒരു കാര്യം കൂടി പറഞ്ഞാൽ എല്ലാം തലതിരിഞ്ഞു പോകും. നല്ല മനസ്സുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. സൊല്ലുങ്കോ എന്നായിരുന്നു കോകില പറഞ്ഞത്. പറയാമട കണ്ണ ഇപ്പോഴെല്ലാം എന്നായിരുന്നു ബാലയുടെ മറുപടി. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല, വെറുതെയാണ് ഇതൊക്കെ കേൾക്കുന്നത്. ഞാൻ നല്ല രീതിയിൽ ജീവിക്കാൻ പാടില്ല, അതാണ് ഇവരുടെയൊക്കെ പ്രശ്നം. കടവുൾ സത്യം, അന്ത കസ്തൂരി ആരാണെന്ന് എനിക്കറിയില്ല. ഈ ഫൈറ്റിലേക്ക് ഞങ്ങളില്ലെന്നുമായിരുന്നു ബാലയും കോകിലയും പറഞ്ഞത്.